ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ പി എസ് സി. ട്രൈ പി എസ് സിയിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഡേ 1 ടൈം ടേബിളിലെ ഇംഗ്ലീഷ് ഇഡിയംസും മലയാളം വിപരീത പദങ്ങൾ പദശുദ്ധി 10 വെച്ചുമാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 1 തീയതിയിലെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫെയറിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വലിയ തോതിലുള്ള ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം സ്ഥാപിക്കുന്നത് എവിടെയാണെന്നാണ് ആൻസർ. മയിലാടി, കാസർഗോഡ് ആണ്. കാസർഗോഡിലെ മയിലാടിയിലാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ വലിയ തോതിലുള്ള ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം സ്ഥാപിക്കുന്നത്. എന്താണ്? വലിയ തോതിലുള്ള ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ മയിലാടിയിലാണ്. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ മയിലാടിയിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ വലിയ തോതിലുള്ള ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം സ്ഥാപിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് 2026 ഫെബ്രുവരിയിൽ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെയാണെന്നാണ്. ബ്രഹ്മപുരത്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്? പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്തിൻ്റെ? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്. എന്താണ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്? ഇതെന്താണ്? ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇത് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ്. എവിടെയാണ്? ബ്രഹ്മപുരത്താണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത ലോകത്തിലെ 20 സീറോ വേസ്റ്റ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതെന്നാണ്. ഏതാണ് നഗരം? വർക്കലയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത ലോകത്തിലെ 20 സീറോ വേസ്റ്റ് നഗരങ്ങളുടെ പട്ടികയിൽ, എന്താണ് സീറോ വേസ്റ്റ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം ഏതെന്നാണ്. എവിടെയാണ്? നഗരം ഏതാണ്? വർക്കലയാണ്. ഏതാണ്? വർക്കലയാണ്. സീറോ വേസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നഗരം ഏതാണ്? വർക്കല. ഫോർത്ത് ക്വസ്റ്റ്യൻ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പ്മെന്റിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് എപ്പോഴാണെന്നാണ്. എപ്പോഴാണ്? 2026 മാർച്ച് 1 എപ്പോഴാണ്? 2026 മാർച്ച് 1 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പ്മെന്റിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് 2026 മാർച്ച് 1. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നോവേഷൻ മിഷൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയാണെന്നാണ്. ആൻസർ എന്താണ്? ത്രിപുരയിലാണ്. എവിടെയാണ്? നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നോവേഷൻ മിഷൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയാണ്? ത്രിപുരയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നോവേഷൻ മിഷൻ എന്തിനു കീഴിലുള്ള? നീതി ആയോഗിന് കീഴിലുള്ള ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചത് ത്രിപുരയിലാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ബയോടെക്നോളജി വകുപ്പിൻ്റെ 40ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ജൈവ സാമ്പത്തിക കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ച AI അധിഷ്ഠിത ബയോടെക് ഡാറ്റ പോർട്ടലാണ് സ്വിജ്ജിക. ബയോടെക്നോളജി വകുപ്പിൻ്റെ 40ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചിട്ട് ഇന്ത്യയുടെ ജൈവ സാമ്പത്തിക കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച AI അധിഷ്ഠിത ബയോടെക് ഡാറ്റ പോർട്ടലാണ് സ്വിജ്ജിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി ആരെന്നാണ്. ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ്. ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ് നിലവിലെ കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി. വാഡ എന്നൊക്കെ വിളിക്കാനുള്ള അധികാരം കേരള സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കേ ഉള്ളൂ എന്നുള്ള ഇതിലൊരു നോട്ട് ചെയ്ത് വെച്ചാൽ മതി. റവാഡ ചന്ദ്രശേഖറാണ് നിലവിലെ കേരള സംസ്ഥാന പോലീസിൻ്റെ മേധാവി. ആരാണ്? റവാഡ ചന്ദ്രശേഖർ. നയൻത് ക്വസ്റ്റ്യൻ, കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കീഴിലെ സ്പൈസസ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ്. ആരാണ്? ഷാജി രാഘവനാണ്. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കീഴിലെ സ്പൈസസ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? ഷാജി രാഘവനാണ്. സ്പൈസസ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായ ഷാജി രാഘവൻ. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് അഫ്ഗാനിസ്ഥാനെതിരായി പാകിസ്ഥാൻ സേന നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേരാണ്
ഗസാബ് ലിൽ ഹഗ്. എന്താണ്? ഗസാബ് ലിൽ ഹഗ് ആണ്. എന്താണിത് സംഭവം? അതിർത്തി കടന്ന് ആക്രമിച്ചതിന് മറുപടിയായിട്ട് അഫ്ഗാനിസ്ഥാനെതിരായിട്ട് പാകിസ്ഥാൻ സേന നടത്തിയ ഓപ്പറേഷൻ. ആർക്കെതിരായിട്ടാണ്? അഫ്ഗാനിസ്ഥാനിന് എതിരായിട്ടാണ്. ആരാണ് ഓപ്പറേഷൻ നടത്തിയത്? പാകിസ്ഥാൻ. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് അഫ്ഗാനിസ്ഥാനെതിരായിട്ട് പാകിസ്ഥാൻ സേന നടത്തിയ സൈനിക ഓപ്പറേഷനാണെന്ത്? ഗസാബ് ലിൽ ഹഗ്. ഓപ്പറേഷൻ്റെ പേര് ഗസാബ് ലിൽ ഹഗ്. ഗസാബ് ലിൽ ഹഗ്. ഓപ്പറേഷൻ നടത്തിയത് പാകിസ്ഥാൻ. ആർക്കെതിരെയാണ് നടത്തിയത്? അഫ്ഗാനിസ്ഥാനിന് എതിരെയാണ് നടത്തിയത്. എന്തിനു വേണ്ടിയിട്ട്? അവർ അതിർത്തി കടന്ന് ആക്രമിച്ചു. അതിനെതിരെ ആര് നടത്തിയ? പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ അഫ്ഗാനിസ്ഥാനിന് എതിരെ. ഓപ്പറേഷൻ്റെ പേര് ഗസാബ് ലിൽ ഹഗ്. ഗസാബ് ലിൽ ഹഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. US ആസ്ഥാനമായുള്ള സാപ്പിയൻ ലാബ്സ് പുറത്തിറക്കിയ ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് ഇൻഡെക്സ്. ഏത് ഇൻഡെക്സ് ആണ്? ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ യുവാക്കളുടെ സ്ഥാനം എത്രയാണെന്നാണ്. എത്രയാണ്? 60ാം സ്ഥാനമാണ്. എന്താണ്? ഏത് ഇൻഡെക്സിലാണ്? ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ യുവാക്കളുടെ സ്ഥാനം എത്രയാണ്? 60ാം സ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി മാറിയത് ഏതാണ്? ഡെൻമാർക്കാണ്. എന്താണ്? അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഏതാണെന്നാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് എന്ത്? അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുന്ന HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ തന്നെ ആദ്യ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ജമ്മു കാശ്മീർ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ജമ്മു കാശ്മീരാണ്. ഇതിൽ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ്? പരസ് ബോഗ്ര. ആരാണ്? പരസ് ബോഗ്ര. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആരാണ്? ഓഗിബ് നബിയാണ്. ഓഗിബ് നബി. പരസ് ബോഗ്രയും ഓഗിബ് നബിയും. ടീം ക്യാപ്റ്റൻ പരസ് ബോഗ്ര. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ഓഗിസ് നബി. എന്താണ്? 2025-26 രഞ്ജി ട്രോഫി കിരീടം ജമ്മു കാശ്മീർ. 25-26 രഞ്ജി ട്രോഫി കിരീടം ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി കിരീടം. ടീം ക്യാപ്റ്റൻ പരസ് ബോഗ്ര. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ഓഗിബ് നബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നാണ്? TD രാമകൃഷ്ണനാണ്. ആരാണ്? TD രാമകൃഷ്ണനാണ്. എന്ത്? കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. അതൊരു കൃതിയാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അത് രചിച്ചിരിക്കുന്നത് ആരാണ്? TD രാമകൃഷ്ണനാണ്. പിന്നെ ബൈക്ക് ദീദി യോജന എന്ന പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഡൽഹിയിലാണ്. ബൈക്ക് ദീദി യോജന എന്ന പദ്ധതി ആരംഭിക്കുന്നത് ഡൽഹിയിലാണ്. ഓക്കെ. മാർച്ച് 1 ഇത്രയും കറണ്ട് അഫെയർ ആണ് ഉള്ളത്. അത് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസും ഒക്കെ നോക്കിയിട്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അപ്പം നിങ്ങളും ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ നോക്കിയിട്ട് ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എഴുതി വെച്ച് തന്നെ പഠിക്കുക. എഴുതി വെച്ച് പഠിക്കുകയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് റിവൈസ് ചെയ്യേണ്ട സമയത്ത് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്ന് മാർച്ച് 1 കറണ്ട് അഫെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മാർച്ച് 18 കറണ്ട് അഫെയർസ് പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വേറെ ഈ നല്ല ചാനൽസൊക്കെ ഉണ്ട്, കറണ്ട് അഫെയർ തരുന്ന നല്ല നല്ല ചാനൽസ് ഉണ്ട്. വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഉണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. നല്ല കുറേ പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ടാലൻറ്റും ലക്ഷ്യമൊക്കെ ഡെയിലി കറണ്ട് അഫെയർസ് ഇടുന്നുണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും ഡെയിലി കറണ്ട് അഫെയർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. കറണ്ട് അഫെയറിന് നമുക്കറിയാം 20 മാർക്കോളം ഉണ്ട്. അപ്പം PSC നോക്കുന്ന ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും കറണ്ട് അഫെയർ ഡെയിലി നോക്കിയിരിക്കണം. നമ്മൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവർ
ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കറണ്ട് അഫെയർ എഴുതി വെച്ചിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലിലോ യൂട്യൂബിലോ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കറണ്ട് അഫെയർ ഡെയിലി എഴുതി വെച്ച് പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തേക്ക് തന്ന ടോപ്പിക്കിൽ അനീതിയിൽ നിന്നും നീതിയിലേക്ക് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറഞ്ഞിട്ടുള്ളൊരു SCERT ചാപ്റ്റർ ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് ലക്ഷ്യൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു സാറ് നന്നായിട്ട് ഒരു 3 ക്ലാസ്സസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളെ കയ്യിൽ ഏതാ ബുക്ക് ഉള്ളതെന്ന് വെച്ചാൽ SCERTൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ ഒരു ചാപ്റ്റർ അങ്ങനെ വായിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഹാൻഡ് ബുക്ക് അങ്ങനത്തെ പിന്നെ ഓരോ പബ്ലിഷ് ചെയ്തിറക്കിയ ബുക്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ബുക്സ് ഒന്ന് വായിക്കുക. ബുക്കിൽ ആ ചാപ്റ്റർ എടുത്ത് വെച്ചിട്ട് ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതൊന്ന് വായിക്കുക. നല്ല നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ നല്ലൊരു മെത്തേഡായിരിക്കും. അതുകൂടാതെ നമുക്ക് PYQ ഒരെണ്ണം നോക്കേണ്ടത് നമുക്ക് നാളേക്ക് നോക്കാം. ഇന്നിനിപ്പം മാർച്ചിലെ 18 കറണ്ട് അഫെയർ നെക്സ്റ്റ് ഇടുന്നതാണ്. താങ്ക് യു.